സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മോശയ്ക്ക് കുറേ സമയം കഴിഞ്ഞിട്ട് കൈക്ക് ഭാരമേറി തളർന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ യുദ്ധത്തിൽ പരാജയം സംഭവിക്കുന്നു. ആ സമയത്ത് മോശയുടെ കൂടെ വേറെ 2 പേരും ഉണ്ടായിരുന്നു. ആരാണത്? അഹരോനും. അഹരോൻ ആരാണെന്ന് നമുക്കറിയാം, ഹൂർ ആരാണെന്ന് അറിയില്ല. എന്താണ്? എല്ലാവർക്കും പാസ്റ്റർമാരെ അറിയാം, എല്ലാവർക്കും ദൈവദാസന്മാരെ അറിയാം, പ്രവാചകന്മാരെ അറിയാം, പുരോഹിതന്മാരെ അറിയാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ആർക്കും അറിയില്ല. പ്രാർത്ഥിക്കുന്നതായ വ്യക്തിയെ കർത്താവ് നല്ലവണ്ണം അറിയുന്നു. ഓരോ വീട്ടിലും ഓരോ സഭയിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഗൃഹത്തിന് അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ആ സഭയ്ക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഈ ദിവസങ്ങളിൽ ഉണർവ് കുറവാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും പാസ്റ്റർമാരാകണം, TV പ്രീച്ചർമാർ ആകണം, സഭയിലെ മൂപ്പന്മാർ ആകണം, കൊയറിലായിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ സഭയിൽ എനിക്കൊരു സ്ഥാനവും വേണ്ട. ഞാനിവിടെ വന്ന ഒരു മൂലയ്ക്കിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും ദൈവദാസന്മാർക്ക് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടിയും ഈ സഭയിൽ അനേകം ആത്മാക്കൾ കടന്നു വരുന്നതിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കാം. ആരും എന്നെ പരിഗണിച്ചില്ല എങ്കിലും, ആരും എന്നെ പുകഴ്ത്തിയില്ല എങ്കിലും, ആരും എന്നോട് പ്രാർത്ഥിക്കൂ 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 എന്ന് പറഞ്ഞില്ല എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നവരുണ്ടോ? ഒരു ഹൂര് ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ സന്ദർഭം വന്നതുകൊണ്ട് മാത്രമാണ് അവൻ്റെ പേരെഴുതിയിരിക്കുന്നത്. അവൻ തീർച്ചയായും മോശയുടെ അടുക്കൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യോശുവ അവിടെ കാര്യങ്ങൾ ചെയ്യുകയാണ്, പണികൾ ചെയ്യുന്നു. അതുപോലെ അഹരോനും അവിടെ സംസാരിക്കുകയാണ്. സ്പോക്സ്മാൻ ജനങ്ങൾക്കെല്ലാം നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നാൽ ഹൂർ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അനേകം ആളുകൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തെന്നും പ്രാർത്ഥനയുടെ മൂല്യം എന്തെന്നും മനസ്സിലാക്കുന്നതേയില്ല. ദൈവദാസനും പ്രസംഗിക്കുന്നതായ സമയത്ത് ദൈവദാസി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ പ്രതിഫലമുണ്ടാകും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ആരും കണ്ടില്ല എങ്കിലും അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും. അടിസ്ഥാനം എപ്പോഴും കാണുകയില്ല, ബിൽഡിംഗ് ആണ് കാണുന്നത്. ആ അടിസ്ഥാനമാണ് ബിൽഡിംഗ് വഹിക്കുന്നത്. അടിസ്ഥാനത്തിലാണ് അത് നിൽക്കുന്നത്. അത് ആഴത്തിൽ ഉറച്ച് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ബിൽഡിംഗ് ഇത്ര മനോഹരമായി കാണപ്പെടുന്നത്. ഇതെല്ലാവരും കണ്ട് മനോഹരമെന്ന് പറയുന്നു, എന്നാൽ അടിസ്ഥാനം കാണുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും അതുപോലെ ആരും കാണുന്നില്ലായിരിക്കാം. എന്നാൽ അവർ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ട്, അവരുടെ നിലവിളി കൊണ്ട് ദൈവം കാര്യങ്ങൾ നടത്തുന്നു. എല്ലാ ദേശത്തും ഓരോ പ്രാർത്ഥന കൂട്ടായ്മ ആവശ്യമാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന കൂട്ടത്തെ കണ്ടിട്ടുണ്ട്. റോഡുകളിലും പട്ടണങ്ങളിലും ചെന്നിട്ട് സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ ആർഭാടം കാണിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തെല്ലാമോ ആർഭാട രീതിയിൽ അവർ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതൊന്നും തന്നെ ആവശ്യമില്ല. നിനക്ക് ലോകത്തെ തലകീഴായി മറിക്കണമെന്നുണ്ടെങ്കിൽ, ലോകത്തിലുള്ള മനുഷ്യരെ മാറ്റണമെന്നുണ്ടെങ്കിൽ, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കണമെങ്കിൽ, തണുത്തുപോയ സഭയെ ഉണർവിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ, കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ, പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ബലമായ ശക്തിയാണ് പ്രാർത്ഥനാ ശക്തി. ദയവ് ചെയ്ത് പ്രാർത്ഥനയെ ഉപേക്ഷയായി വിചാരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇവിടെയുണ്ടല്ലോ, അവർ പ്രാർത്ഥിച്ചോളും, നാം പ്രാർത്ഥിക്കേണ്ട, അങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത്. അങ്ങനെയല്ല. യോശുവയും നല്ല പ്രാർത്ഥനാ മനുഷ്യനാണ്. ശരിയാണോ അല്ലയോ? എങ്ങനെയറിയാം? ഈ സാഹചര്യത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. മറ്റൊരു സമയത്ത് അവൻ എന്തു ചെയ്തിരുന്നു? യോശുവ പ്രാർത്ഥിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും പ്രാർത്ഥിച്ച സമയത്ത് സൂര്യൻ അവിടെ നിന്നുപോയി, ചന്ദ്രനും അവിടെ തന്നെ നിന്നു. ഒരു ദിവസം കാണുന്നില്ല എന്ന് പറഞ്ഞ് അനേകം ആളുകൾ ടെൻഷൻ അടിക്കുന്നുണ്ട് ഈ കാലത്ത് അതിനെക്കുറിച്ച്. ഒരു ദിവസം മിസ്സായി പോയിരിക്കുന്നു. അവർക്കത് മനസ്സിലാകാതെ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായി ഒരു ദിവസം എങ്ങനെയാണ് സൂര്യൻ ചലനമറ്റു നിന്നത്, ചന്ദ്രൻ ചലനമറ്റത്. ഇത് കഥയല്ല പറയുന്നത്, സയൻസ് തെളിയിച്ച കാര്യമാണ്. ഇതുമാത്രമല്ലാതെ യെഹെസ്കേലിന് രോഗം വന്ന സമയം 18 സെക്കൻഡ്, ആ 18 സെക്കൻഡ് മിസ്സായതായിട്ട്, അതും വളരെ കൃത്യമായിട്ട് ബൈബിൾ നോക്കുകയാണെങ്കിൽ ആ മിസ്സായ 18 സെക്കൻഡ് എവിടെയാണെന്ന് ബൈബിളിൽ നമുക്കത് കാണുവാൻ കഴിയും എന്നോർക്കണം. മോശയും പ്രാർത്ഥിച്ചു, യോശുവയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന നിന്റേതാണ്. ദൈവദാസൻ പ്രസംഗം ചെയ്യും. എല്ലാവരും പ്രസംഗിക്കുവാൻ യോഗ്യരല്ല, എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല. അതുപോലെ കൊയറിലുള്ളവർ നല്ലവണ്ണം പാട്ടുപാടും. എല്ലാവർക്കും പാട്ടുപാടാൻ നോക്കിയാൽ അത് കഴിയില്ല. എല്ലാവർക്കും മൂപ്പന്മാരായിരിക്കാൻ കഴിയില്ല. സഭയിൽ ഒരു 3-4 പേർ മൂപ്പന്മാരായിരിക്കും. എന്നാൽ പ്രാർത്ഥന എന്നത് എല്ലാവരും ചെയ്യണം.
സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞുപോയി. സോ പ്രാർത്ഥന എന്നത് എല്ലാവർക്കും വേണം. എന്നാൽ ചിലർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം അഭിഷേകം ചെയ്തവരായി, തിരഞ്ഞെടുക്കപ്പെട്ടവരായി കാണപ്പെടും. ആ പ്രാർത്ഥന ശുശ്രൂഷയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ദൈവം ചിലരെ നിയമിച്ചിരിക്കുന്നു. നീ ആ കൂട്ടത്തിൽപ്പെടുന്നവനാണോ? നീ അങ്ങനെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ദിവസം നീ പ്രാർത്ഥിക്കുക. അഹരോനും ഹൂരും മോശയോടുകൂടി ആയിരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനം പറയുന്നു, എവിടെയാണോ 2-3 പേർ എൻ്റെ നാമത്തിൽ ആയിരിക്കുന്നത് അവിടെ ഞാൻ ഉണ്ടായിരിക്കും. പലരും ഇപ്രകാരം പറയുന്നത് കേൾക്കാം, ഞാൻ ആരോടും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയില്ല, അവരെല്ലാം എൻ്റെ താഴെയാണ്, എൻ്റെ ലെവലിൽ അല്ല എന്ന് പറയും. എന്താണ്? ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ലോ ലെവലിൽ ഉള്ളവരാണ്. ഞാനാണെങ്കിൽ ഹൈ ലെവലിൽ ഉള്ളയാളാണ്, അവരോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയില്ല. നീ യഥാർത്ഥ പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ, നിന്നേക്കാൾ എളിയവരായിരിക്കുന്നവരോട് കൂടെ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും താഴ്ന്നു പോവുകയില്ല. അവർ ഉണർവിലേക്ക് വരാനിടയാകും. നീ പ്രാർത്ഥനയിൽ ശക്തമായി നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നീ പ്രാർത്ഥിച്ചാൽ അവർ നിന്നെ ശക്തമാക്കും. 2 പേർ ചേർന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരാൾ പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥന ചെയ്യുന്നവനല്ല എങ്കിൽ ഈ വ്യക്തി ചെയ്യുന്ന പ്രാർത്ഥന കേട്ടിട്ട് മറുവശത്തുള്ള വ്യക്തിയും അതുപോലെ കേട്ടിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയാകും. 2-3 പേർ ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലായ്പ്പോഴും പറ്റിയില്ലെങ്കിലും ഞാൻ വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ്, അവിശ്വാസികളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കില്ല, എൻ്റെ വീട്ടിൽ ആരും ശരിയായിട്ടില്ല, ഞാൻ ഒരുവൻ മാത്രമാണ് നന്നായിരിക്കുന്നത്, അങ്ങനെ നീ വിചാരിക്കുകയാണെങ്കിൽ പ്രവർത്തിച്ചാൽ ആരും തന്നെ മാറാനിടയാകില്ല. നിങ്ങൾ അവരെയും കൂടെ ഇരുത്തുക. ഇവിടെ നോക്കുക, അഹരോനും ഹൂരും അവർ മോശയുടെ കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. മോശ പ്രാർത്ഥിക്കുന്ന സമയത്ത് മോശയോടൊപ്പം ചേർന്ന് അവരും അവിടെയുണ്ട്. എന്നാൽ ഒരു സമയമെത്തിയ സമയത്ത് അവരുടെ ജീവിതത്തിലും എന്താണ് വന്നത്? അവർക്കും ഉണർവ് വന്നതുകൊണ്ട്, അവർക്കൊരു ചിന്ത വന്നതുകൊണ്ട് ഒരു കല്ലെടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ അദ്ദേഹത്തെ ഇരുത്തി. അഹരോൻ ഒരു വശത്തും ഹൂർ മറ്റൊരു വശത്തും നിന്ന് അവൻ്റെ കൈ പിടിച്ചു സഹായിക്കാനിടയായി. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഇങ്ങനെ സഹായിക്കുന്ന ആളുകൾ ആവശ്യമാണ്. ഈ കാലത്ത് പ്രാർത്ഥിക്കുന്നതായ മനുഷ്യരുടെ കൈകളെ ബലപ്പെടുത്തുകയല്ല, താങ്ങുകയല്ല, പ്രാർത്ഥിക്കുന്നവരുടെ കൈകളെ പിടിച്ച് വലിക്കുകയാണ്. ഒരു ദൈവദാസൻ വേല ചെയ്യുമ്പോൾ ആ ദൈവവേലയിൽ സഹായിക്കുകയും താങ്ങായി നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് വേണ്ടതല്ലാതെ ഇന്ന് ദൈവദാസന്മാരുടെ കരം പിടിച്ച് വലിക്കുന്നവരുള്ളത് കൊണ്ട്, അവരെ വീഴിക്കുന്നവർ ഉള്ളതുകൊണ്ട് ഈ കാലത്ത് ദൈവവേല ഒരുപാട് താഴ്ന്ന ലെവലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അഹരോനും ഹൂരും മോശയുടെ കൈ എടുത്തു പിടിച്ച സമയത്ത് മോശയ്ക്ക് വീണ്ടും കൈയുയർത്താൻ സഹായമായി. അങ്ങനെ യുദ്ധത്തിൽ വലിയ ജയമുണ്ടായി. സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അമാലേക്കർ എല്ലാവരും യുദ്ധത്തിൽ എന്താണ്? പരാജയപ്പെട്ടുപോയി. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസ്സി എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ കൊടി. മറ്റൊരു അർത്ഥം ഇതാണ്, ജയം. കൊടി എപ്പോഴാണ് കാണിക്കുന്നത്? ജയം വരുന്ന സമയത്ത്. ജയത്തിൻ്റെ കൊടി. ദൈവം ജയാളിയാണ്. പ്രാർത്ഥനയിൽ കൂടി ജയിക്കുവാൻ കഴിയും. ചില ആളുകൾ പറയും നമ്മുടെ ജീവിതത്തിൽ ജയമില്ല എന്ന്. എൻ്റെ പ്രവൃത്തിയിൽ ജയമില്ല, എൻ്റെ പരീക്ഷയിൽ ജയമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലും എനിക്ക് ജയിക്കുവാൻ കഴിയുന്നില്ല എന്ന്, എൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലും ഞാൻ വീണു പോകുകയെന്ന് പറയുന്ന ആളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് മുഴങ്കാലിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കരമുയർത്തി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഒന്നാമതായി കരമുയർത്തി പ്രാർത്ഥിച്ച മോശയിൽ കൂടി അമാലേക്കരെ എല്ലാവരെയും, അമാലേക്കർ എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ജീവിക്കുന്നവർ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക്, ദൈവത്തിന് എതിരായി ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നതാണിവിടെ. നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിൻ്റെ മോഹവും ജഡത്തിൻ്റെ ഇഷ്ടങ്ങളും ദൈവത്തിൽ സംശയിക്കുന്നതായ മനസ്സും ഇതിനെല്ലാം ജയിക്കണമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം പിശാചിൻ്റെ പ്രവൃത്തി ആയിരിക്കുന്നതിനാൽ അത് ജയിക്കണമെങ്കിൽ നാം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. യൗവനകാലത്ത് പ്രാർത്ഥിച്ച ദാനിയേലിന്റെ ജീവിതം നോക്കൂ. യൗവനകാലത്തിൽ പ്രാർത്ഥിച്ചതായ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ നിങ്ങൾ നോക്കൂ. യൗവനപ്രായത്തിൽ തൻ്റെ ജീവിതം കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത മോശയെ നിങ്ങൾ നോക്കൂ. എത്രയോ അത്ഭുതങ്ങൾ അവരിൽ കൂടി ദൈവം ചെയ്യുവാനിടയായി. യൗവനക്കാരനായ യോശുവയെ നിങ്ങൾ നോക്കുക. ആര് ചോദിച്ചാലും പ്രാർത്ഥനയിൽ കൂടി വൻ കാര്യങ്ങൾ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ
30 വയസ്സ് ഉള്ള സമയത്ത് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തവർ, 19-20 വയസ്സുള്ളപ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തികളും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ ചെയ്താലും നിങ്ങൾ പ്രാർത്ഥിക്കുക. പറയൂ, എന്തു ചെയ്യുവാൻ ആഗ്രഹിച്ചാലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടി പ്രാരംഭിച്ചത് ഒന്നും വിഫലമായി പോവുകയില്ല. എന്നാൽ പ്രാർത്ഥന ചെയ്യാതെ നീ എത്ര വലിയ കഴിവാണെങ്കിലും, എത്ര വലിയ ജ്ഞാനവും, എത്ര വലിയ പണം അതിനുവേണ്ടി ഉപയോഗിച്ചാലും, സ്വർഗത്തിൻ്റെ സഹായം ഇല്ലാതെ, കർത്താവിൻ്റെ അനുഗ്രഹീത കരം ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നതൊന്നും തന്നെ സാധിക്കുകയില്ല. ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, ദേശത്തിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ലോകം എങ്ങോട്ടോ പോയിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. കഷ്ടങ്ങളും ഞെരുക്കവും വരുമ്പോൾ മാത്രമേ പ്രാർത്ഥന ചെയ്യുവാൻ കഴിയൂ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ വരെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവം ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് രക്ഷിച്ചില്ലയോ? അവനെ ഗുഹയിലിട്ട ആ രാത്രി നാട്ടുകാരെല്ലാം പറഞ്ഞു കാണും, നോക്ക് ദൈവം എന്ന് പറഞ്ഞു, ഇപ്പോൾ ഗുഹയിലിട്ടിരിക്കുന്നു, നാളെ നേരം വെളുക്കുമ്പോൾ എല്ല് മാത്രം കാണും എന്നവർ ചിന്തിച്ചു. ശരിയല്ലേ? അത്രമാത്രം ശോധനയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് അത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തി. ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ അഗ്നികുണ്ഡത്തിൽ ഇടാതിരിക്കാൻ കഴിയുമായിരുന്നല്ലോ. അഗ്നിയിൽ ഇടാതെ തന്നെ അത്ഭുത കാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ സാക്ഷ്യം നമുക്ക് കാണുമായിരുന്നോ? ഈ അത്ഭുതം നമുക്ക് കാണുമായിരുന്നോ? ദൈവത്തിന് യോനയെ മത്സ്യത്തിന്റെ വയറ്റിൽ ഇടാതിരിക്കാൻ കഴിയുമായിരുന്നല്ലോ. യോന എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചത്? വെളിയിൽ പോയിട്ട് നല്ലവണ്ണം കുളിച്ച് ശുദ്ധിയോടെ പ്രാർത്ഥിച്ചു എന്നാണോ വിചാരിക്കുന്നത്? മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നാണ് പ്രാർത്ഥിച്ചത്. ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അത്ഭുതത്തെ ചെയ്തു. മത്സ്യം മനുഷ്യനെ വിഴുങ്ങുമെന്ന് അക്കാലത്ത് ആരും വിശ്വസിക്കില്ലായിരുന്നു. പിന്നീട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാ മനുഷ്യൻ ജീവിച്ചുവെന്ന്. നാം പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ചില സമയത്ത് നമ്മുടെ ജീവിതം, ചില സമയത്ത് കഷ്ടതയുടെ നടുവിൽ നമ്മെ ആക്കുവാൻ ആഗ്രഹിക്കും. കാരണം നമ്മുടെ പ്രാർത്ഥന വളർത്തുവാൻ, നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് തന്നെ കഷ്ടങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ട് വരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രാർത്ഥിക്കുന്ന എനിക്ക് തന്നെ രോഗം വരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതുകൊണ്ട് നിങ്ങൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളുമെന്ന് പറയുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു പ്രാവശ്യം ഞങ്ങളെ ഒന്ന് നോക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങൾക്ക് അസാധ്യമായ വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. സ്വർഗത്തിൽ നിന്നും നിന്റെ ദൂതന്മാരെ അയച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്നതായ പോരാട്ടങ്ങളിൽ ജയം നൽകണമേ. ഞങ്ങളെ വിഴുങ്ങുവാൻ പരിശ്രമിക്കുന്ന പിശാചിന്റെ ശക്തികളുടെ വായ നീ അടയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുവാൻ വേണ്ടി, ഞങ്ങളെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ശ്രമിക്കുന്ന നരക ശക്തികളെ ബന്ധിക്കുമാറാകണമേ. ഞങ്ങൾക്ക് വിരോധമായി വരുന്ന സകല അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുകയാണ്. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ തൊടുന്നു എന്ന് ദൈവം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വലിയ കാവലുണ്ടാകണമേ. നീ അറിയാതെ ഞങ്ങളുടെ തലമുടി പോലും കൊഴിയുവാനിടയാവുകയില്ല. പിശാചിന് ഞങ്ങളുടെ വസ്ത്രത്തിൽ പോലും തൊടുവാൻ കഴിയില്ല. പിശാച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ അവനെ തകർത്ത് ഓടിച്ചു കളയുവാനുള്ള പ്രാർത്ഥനാ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ചോദിച്ചാലും അത്യന്തം പരമായി ഞങ്ങൾക്ക് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഇവിടുന്ന് പോകാൻ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാരുടെ കൂട്ടായ്മയും സഹവാസവും എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ യേശുവേ യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ